രാഷ്ട്രീയമല്ല, രാജ്യമാണ് വലുതെന്നും വിരട്ടിയാൽ പേടിച്ചോടുന്ന പ്രകൃതമല്ല തന്റേതെന്നുമാണ് അഖിൽ മാരാർ പറയുന്നത്. താൻ പറയാത്ത കാര്യങ്ങളാണ് BJP മണ്ഡലം കമ്മിറ്റി തന്നെപ്പറ്റി പ്രചരിപ്പിക്കുന്നതെന്നും അഖിൽ മാരാർ പറയുന്നുണ്ട്. എന്നാൽ പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് രാജ്യദ്രോഹിയാക്കി അഖിൽ മാരാറെ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് സന്ദീപ് വാര്യർ ആരോപിക്കുന്നു. ഒന്ന് പോടാപ്പാ, കാര്യാലയത്തിൽ നിന്നാണല്ലോ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതെന്നാണ് ഇദ്ദേഹം കുറിക്കുന്നത്. RSSന്റെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അവർ സ്നേഹിക്കുന്ന രാഷ്ട്രസങ്കല്പത്തെ ആധാരമാക്കിയാണ്. നമ്മൾ ജീവിക്കുന്ന യഥാർത്ഥമായ ഇന്ത്യ എന്ന ബഹുസ്വര രാഷ്ട്രത്തെയല്ല അവർ സ്നേഹിക്കുന്നത്, മറിച്ച് ഏകശിലാത്മകമായ എന്നാൽ പക്ഷെ ഒരിക്കലും സംഭവിക്കാത്ത ഹിന്ദു രാഷ്ട്രത്തെയാണ് അവർ സ്നേഹിക്കുന്നതെന്നും സന്ദീപ് വാര്യർ ചൂണ്ടിക്കാണിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ മുൻനിലപാടിൽ നിന്ന് പിന്നോക്കം പോയെന്നാണ് സന്ദീപ് വാര്യർ കുറിക്കുന്നത്. പാകിസ്ഥാനുമായി ചർച്ചയില്ല എന്ന മോദിയുടെ പഴയ നിലപാടും അദ്ദേഹം ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാകിസ്ഥാൻ നന്നായതായിട്ട് നമുക്കറിയില്ല, വീണ്ടും ചർച്ചയാകാമെന്ന് മോദി പറയുമ്പോൾ പഴയ നിലപാട് മാറ്റുവാനുണ്ടായ കാരണം എന്താണെന്നും സന്ദീപ് വാര്യർ ചോദിക്കുകയാണ്.